റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് റെയിൽപാത എന്ന വൻ പദ്ധതിയുമായി റഷ്യൻ ഉപപ്രധാനമന്ത്രി മററ്റ് കുസ്മോലിൻ. സമുദ്ര വാണിജ്യ പാതകളിലെ സുരക്ഷാ ആശങ്കകളും സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന കടൽപാതകൾ നേരിടുന്ന പ്രതിസന്ധികളാണ് റഷ്യയെ ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് കരിങ്കടലിൽ ഡ്രോൺ ആക്രമണങ്ങൾ കൂടിയത് റഷ്യൻ എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ചെങ്കടൽ, ബോസ്ഫറസ്, ഹോർമുസ് എന്നീ പ്രധാന സമുദ്രപാതകൾ സുരക്ഷിതമല്ലാതായി. നിലവിൽ റഷ്യയെയും ഇന്ത്യയെയും ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളും മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയും ഇതിന്റെ വേഗത കുറച്ചു. മോസ്കോയിൽ നിന്ന് തുടങ്ങി തെക്കോട്ട് 4 രാജ്യങ്ങൾ കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നതാണ് റഷ്യ നിർദ്ദേശിച്ച പുതിയ റെയിൽ ശൃംഖല. പദ്ധതി യാഥാർത്ഥ്യമായാൽ കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും വലിയ സാമ്പത്തിക പ്രയോജനം ലഭിക്കും. സാമ്പത്തികമായി ഏറെ ഗുണകരമാണെങ്കിലും രാഷ്ട്രീയമായി ഇത് നടപ്പിലാക്കാൻ വലിയ കടമ്പകളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വിടവും തർക്കങ്ങളും കാരണം പാകിസ്ഥാൻ വഴിയുള്ള ചരക്ക് നീക്കം എളുപ്പമാകില്ല. താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും സുരക്ഷാ ആശങ്കകളും നിലനിൽക്കുന്നു. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നൂതന റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുന്നതിന് കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം ആവശ്യമാണെന്നതും വെല്ലുവിളി ഉയർത്തുന്ന ഘടകമാണ്. റഷ്യയുടെ നിർദ്ദേശത്തോട് ഇന്ത്യയോ പാകിസ്ഥാനോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.